നമ്മൾ മൊബൈൽ ഫോണിലെ അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്ലേ സ്റ്റോറിൽ നിന്നായാലും എവിടെ നിന്നായാലും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും വായിച്ചു നോക്കാറില്ല. അതിൻ്റെ അഗ്രിമെൻറ്റിൽ ഉണ്ടാവില്ലേ നമ്മളെ ക്യാമറ, അതേപോലെ നമ്മളെ മൈക്രോഫോണ്, നമ്മളെ മൊത്തം വിവരങ്ങൾ വേറെ ഒരാൾക്ക് എവിടെയോ ഇരുന്നിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ആ ഒരു എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യൽ അത്യാവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ അന്നും ശ്രദ്ധിക്കാറില്ല. ക്രോമിൽ പോയിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ, അതേപോലെ നമ്മളെ മൈക്രോഫോണൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ വേറൊരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വിധത്തിൽ നമ്മളിവിടെ എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിൾ ക്രോം ആണോ ബ്രൗസർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഏത് ബ്രൗസർ ആണെങ്കിലും അതിൻ്റെ സെറ്റിങ്സ് ഉണ്ടാവും. ഗൂഗിൾ ക്രോമിൽ റൈറ്റിൽ മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണും. ആ സെറ്റിങ്സിൽ ഏറ്റവും അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് ഉണ്ട്. സൈറ്റ് സെറ്റിങ്സ് ഏറ്റവും അടിയിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്യാമറ നമ്മൾ അവിടെ എഗ്രിമെൻറ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓക്കെ അടിച്ചതിൽ നമ്മളെ ക്യാമറ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, പോയിട്ട് ബ്ലോക്ക് ചെയ്യുക. ഇവിടെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറയിൽ നിന്നുള്ള ആക്സസ് സൈറ്റിലുള്ള ഒരാൾക്കും കിട്ടില്ല. രണ്ടാമത് മൈക്രോഫോൺ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അവർക്ക് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതേപോലെ നമ്മൾ സംസാരിക്കുന്ന വിവരങ്ങളൊക്കെ അവർക്ക് ചോർത്തിയെടുക്കാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ നമ്മളെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചിട്ട്, ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഫോൺ വാങ്ങുന്നതിനെ കുറിച്ചിട്ടോ ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗൂഗിൾ തുറന്നു കഴിഞ്ഞാൽ ആ ഗൂഗിളിൻ്റെ സെർച്ചിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ആ ഒരു ഫോണോ അതിനെക്കുറിച്ചിട്ടുള്ള റേറ്റും അതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂസും എല്ലാം നമ്മൾ കാണാറുണ്ട്. അതും ഇതേപോലെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഒഴിവാക്കാനുള്ള വേറൊരു സെറ്റിങ്സ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.